കുഞ്ഞുങ്ങളെ, സിംപ്ലിഫിക്കേഷനിലൊരു ചോദ്യമാണ്. റൂട്ട് 48 ഇൻറ്റു റൂട്ട് 27/2 അതിൻ്റെ വാല്യൂ കാണാനാണ്. ഇവിടെ പ്രശ്നം എന്തെന്നാൽ 48ൻ്റെയോ 27ൻ്റെയോ ഒന്നും റൂട്ട് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെ കരണികൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, നമുക്ക് അതിൻ്റെ സിംപ്ലിഫിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈ 48നെ 27നെയൊക്കെ ഏതെങ്കിലും ഒരു സ്ക്വയറിൻ്റെ ഗുണിതമായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. 48നെ 27നെ ഏതെങ്കിലും ഒരു സ്ക്വയറിൻ്റെ ഗുണിതമായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. 48നെ എങ്ങനെ എൻ്റെ കുട്ടികൾ എഴുതാൻ പോകുന്നത്? 16 ഗുണം 3 എന്ന് എഴുതരുതോ. 48നെ 16 ഗുണം 3 എന്ന് എഴുതി, കാരണം 16 ഒരു സ്ക്വയർ അല്ലേ. അതേപോലെ 27നെ എങ്ങനെ എഴുതാം? 9 ഗുണം 3 എന്ന് എഴുതിക്കോട്ടെ. 9 ഒരു സ്ക്വയർ ആണല്ലോ. അപ്പോൾ 27ൻ്റെ സ്ഥാനത്ത് ഞാൻ 9 ഗുണം 3 എന്ന് എഴുതി. താഴെ ഇനി ആരുണ്ട്? 2 ഉണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ആ റൂട്ടിൻ്റെ വെളിയിലോട്ട് സ്ക്വയറുകളെ കൊണ്ടുവരാൻ പോവാം. 16 റൂട്ടിൻ്റെ വെളി വരുമ്പോൾ ആരായിട്ട് മാറും? 4 മാറും. റൂട്ട് 16 എന്ന് പറയുന്നത് 4 ആണല്ലോ. അപ്പോൾ ആദ്യത്തെ ടൈം 4 റൂട്ട് 3 എന്നായി മാറും. അടുത്ത ടൈമോ 9 റൂട്ടിൻ്റെ വെളി വരുമ്പം 3 ആകും അല്ലേ. അപ്പോൾ അടുത്ത ടൈം 3 റൂട്ട് 3 എന്നായി മാറി. താഴെ ഒരു 2 ഉണ്ട്, അത് മറക്കണ്ട. ഇനി മുകളിൽ നമുക്കൊന്ന് ഗുണിച്ചാലോ? എൻ്റെ കുട്ടികളൊന്ന് പറഞ്ഞേ. മുകളിൽ ഗുണിക്കുമ്പോൾ 4 ഗുണം 3 12. 4 ഗുണം 3 12. പിന്നെ ആരാ ഉള്ളത്? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ആണ്. റൂട്ട് 3യെ റൂട്ട് 3 കൊണ്ട് ഗുണിച്ചാൽ 3 ആയി മാറത്തില്ലേ? റൂട്ട് 3യെ റൂട്ട് 3 കൊണ്ട് ഗുണിച്ചാൽ 3. അപ്പം മുകളിൽ കിടക്കുന്ന ആൾ ആര് എന്ന് ചോദിച്ചാൽ 12 ഗുണം 3 ആണ്. അതിനെ 2 കൊണ്ടങ്ങ് ഹരിച്ചാൽ നമ്മുടെ ആൻസറായി. 12 ഗുണം 3 എത്രയാ? 36. 36നെ 2 കൊണ്ട് ഹരിക്കുന്നു. നമ്മുടെ ആൻസർ, ഫൈനൽ ആൻസർ 18. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.